വചനവേദിയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ, യാക്കോവിൻ്റെ പരമ്പര. അവർ ദൈവത്തിൽ നിന്ന് മറുതലിച്ച് പോയപ്പോൾ അവർ പല ദേശങ്ങളിലേക്ക് ചിതറിക്കപ്പെടുകയാണ്. പല വ്യക്തികളും അവരെ പല രീതിയിൽ ചൂഷണം ചെയ്തു. ഈ ഒരു അവസരത്തിൽ അവരിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് മിക്ക പ്രവാചകൻ ഇപ്രകാരമാണ് പറയുക. 2-ാം അധ്യായം 12-ാം വാക്യം: യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെയും മേച്ചിസ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹമായിരിക്കും അത്. ഇപ്പോൾ അവർ പല രീതിയിൽ ചതറിക്കപ്പെട്ടിട്ടുണ്ടാകാം, പലരും ചൂഷണം ചെയ്യുകയായിരിക്കും. പക്ഷേ നാളത്തെ അവരുടെ അവസ്ഥ അതല്ല. ഞാൻ അവരെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ട് അവർക്ക് അവരുടെ പഴയ പ്രതാപം നൽകും. ഒരിക്കലും കൈവിടാത്ത ദൈവം, കൂടെ നിൽക്കുന്ന ദൈവം. ഈ ഒരു ദൈവമാണ് നിൻ്റെ ദൈവം. ഈ ഒരു ദൈവത്തെയാണ് അനുദിന ജീവിതത്തിൽ നീ തിരിച്ചറിയേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്ത് തകർച്ചയുണ്ടായാലും, കുടുംബത്തിൽ ഏത് തകർച്ചയുണ്ടായാലും, ജീവിത വഴികൾ മുരടിച്ചു പോയാലും ദൈവത്തിൻ്റെ പദ്ധതികൾ വീണ്ടും ജീവിതത്തിലേക്ക് വരുമെന്നും വീണ്ടും ദൈവം ഉയർത്തും എന്ന ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ആമേൻ.